മകളെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുക അല്ലേ? ഫൈൻ. ആദ്യം ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ, നിങ്ങളുടെ +1 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് സെറ്റ്സ്. പാഠത്തിൻ്റെ പേര് തന്നെ സെറ്റാണ്. ആ ചാപ്റ്ററാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് നല്ല മാർക്കിൽ വിചാരിച്ച് സ്കൂളിൽ ഒക്കെ അഡ്മിഷൻ കിട്ടി, ചിലപ്പം കൂട്ടുകാരുടെ കൂടെ ആയിരിക്കാം, അല്ലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമുക്കുള്ള സാധനം നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ, മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ നല്ല പേരാണ്, ഇതാ വായിച്ചോളൂ, സെറ്റ്സ് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന കാര്യമൊക്കെ നമുക്ക് അറിയണം, വേണമല്ലോ, വേണം. അപ്പം എല്ലാവരും റെഡി ആയിട്ട് അടിപൊളിയായി നമുക്കില്ലേ പഠിക്കാനുള്ള ഒരു ത്വര, ഒരു ആർജവത്തോട് കൂടി ഇരിക്കുക. നമ്മൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. +1 60 മാർക്കിനായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക, ബോർഡ് എക്സാം എഴുതുക. ക്രിസ്മസ് എക്സാം ആണെങ്കിലും 60 തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. സി ചിൽഡ്രൻ, 60 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഈ ചാപ്റ്ററുകളിൽ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു 7 മാർക്ക്, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 7 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാം. നല്ല രസമുള്ള ചാപ്റ്ററാണ്, പേര് പോലെ തന്നെയാണ് ഈ ചാപ്റ്റർ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് നോക്കുമ്പം ഈ റാഷണലൈസേഷനോട് കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് എന്താണെന്ന് അറിയോ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണാം. ഫസ്റ്റത്തെ ഇന്റർവെൽ, തുടക്കം തന്നെ ഇന്റർവെല്ലാണ് അല്ലേ? ഇന്റർവെൽ കാരണം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2 പീരീഡ് കഴിഞ്ഞ് നമുക്ക് കിട്ടും എന്ത്, ഇന്റർവെൽ. ആ ഇന്റർവെൽ അല്ല, ഇത് വേറെ ഇന്റർവെല്ലാണ്. അത് എന്താന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷത്തോടെ പവർ സെറ്റ് എന്നുള്ള സാധനം ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ ടൈപ്പ് സെറ്റാണ് എന്ന കാര്യമാണ് ഇവിടെയൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെൻ ഡയഗ്രാം, അത് പേടിക്കൊന്നും വേണ്ട, 1 or 2 മാർക്കിന് ചോദിക്കാം. ഒരു ഡയഗ്രാമാണ്, അതൊരു എന്താ പറയുക, ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുന്ന സാധനം, അതൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, കാണും. പിന്നെ യൂണിയൻ ഓഫ് സെറ്റ്. ഈ യൂണിയൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്നൊരു യൂണിയൻ ഉണ്ടാകും, ആ യൂണിയൻ അല്ല. നമ്മളില്ലേ, ഇതൊരു തരം ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയില്ലേ, അതിൽ അഡിഷന് തുല്യമായിട്ടുള്ള സാധനം ഇവിടെ സെറ്റിൽ നമ്മൾ പറയുന്ന പേരാണ് യൂണിയൻ. എന്താണ് യൂണിയൻ? അടുത്തത് ഇന്റർസെക്ഷൻ. അതും എന്താണെന്ന്, അതായത് ഈ യൂണിയൻ പോലെ മറ്റൊരു ഓപ്പറേഷൻ ആണ് ഈ ഇന്റർസെക്ഷൻ എന്നുള്ളത് പറയാ. അത് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാണും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പാഠം പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുക. മക്കളെ, ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുൻപ് എങ്ങനെയാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുക എന്നുണ്ട്. ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചോ, എല്ലാവരും എന്ത് ചെയ്യുന്ന അറിയാം, ഇതേ ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കുറേ എലമെന്റ്സിനെ അല്ലെങ്കിൽ ഓബ്ജക്ട്സിനെ നമ്മൾ പിടിച്ചിടുക, കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നിങ്ങൾക്കറിയില്ലേ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന്? അറിയുമോ? അറിയെങ്കിൽ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. അതെ, 1 കൊണ്ട് തുടങ്ങി 1 ആഡ് ചെയ്യുന്നതിന്, ഓരോന്നിൻ്റെയും കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ആണല്ലോ, ആണ്. പിന്നെ ഈ സാധനത്തിനെയൊക്കെ 1 2 3 4 കോമ ഇട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതുമല്ലോ, ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയാ. പിന്നെ ഒരു കാര്യമുണ്ട്, സെറ്റിനകത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല, എഴുതാറില്ല, അങ്ങനെയാണ് പറയുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ, ഞാൻ എൻ്റെ പേര് എഴുതി ABDULGAFOOR. എനിക്കൊരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ പേരിനെ എങ്ങനെയാണ് എഴുതുക എന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ നമ്മളില്ലേ സാധാരണഗതിയിൽ സ്മോൾ ലെറ്റേഴ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ട എന്ന് പറയും. ബട്ട് അക്കോർഡിംഗ്ലി ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ പേര് എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്ത് ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യരുത്. നോക്കിക്കോ, എ ഇവിടെയുണ്ട്, എ ഇവിടെയുണ്ട്, ഇല്ലേ? അബ്ദുൽ എന്നതിലും ഗഫൂർ എന്നതിലും എ ഉണ്ട്. അപ്പോൾ 2 എ എഴുതാൻ പാടില്ല. ഒറ്റ എ എന്ത് എഴുതിയാൽ മതി. നമുക്കൊന്ന് ചുമ്മാ എഴുതി നോക്കാം. ഞാൻ എ എഴുതി, എ പോയി. അടുത്ത ലെറ്റർ ബി,
ഞാൻ ബി എഴുതി. കോമ ഇട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബി എന്ന് എഴുതി. അപ്പോൾ ബിയും പോയി. അടുത്ത ലെറ്റർ ഡി. ബി വേറെ ഇല്ലല്ലോ. ബി വേറെ ഉണ്ടോ? ഇല്ല. അടുത്ത ലെറ്റർ ഏതാ? ഡി. അപ്പൊ ഡി ഞാൻ എന്ത് ചെയ്തു? അടുത്തത് എഴുതി. ഡി കഴിഞ്ഞാൽ ഞാൻ യു നോക്കി, ഒരു യു ഉള്ളൂ, അതിനടുത്ത് എഴുതി. യു കഴിഞ്ഞാൽ എൽ. ഒരു എൽ ആയതുകൊണ്ട് ആ ഒരു എല്ലിനെ ഞാൻ നമ്മുടെ സെറ്റിനകത്ത് പിടിച്ചിട്ടു. അതേപോലെ മക്കളെ ജി പറഞ്ഞിട്ട് അടുത്ത ഏതാ വരിക? ജി കഴിഞ്ഞാൽ എ വരുമോ? ഈ എ വരുമോ? വരില്ല. ഓൾറെഡി ഒരു എ ഉണ്ട്. അപ്പം എന്ത് ചെയ്താൽ മതി? വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അത് കഴിഞ്ഞാൽ എഫ്. എഫ് സെറ്റിനകത്തുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് കൊണ്ടിടാം. എഫ് കഴിഞ്ഞാൽ ഒ. 2 ഒ ഉണ്ട്. അപ്പം 2 ഒയും പാടെ എന്ത് ചെയ്യണ്ട? എഴുതി കഷ്ടപ്പെടുന്നു വേണ്ട. ഒരൊറ്റ ഒ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ആർ. 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 അപ്പം എൻ്റെ പേരിനെ ഞാൻ സെറ്റിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതിയെ. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് വരിക എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് എന്ത് ചെയ്തേ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സെറ്റ്? ഇപ്പൊ നമ്മൾ സെറ്റിനെ കുറിച്ച് കുറച്ച് ഇങ്ങനെ നോക്കി കണ്ട് സംസാരിച്ച് വരികയാണ്. അപ്പൊ എന്താണ് സെറ്റ് എന്നുള്ളതാണ് ഇതാക്കിയിരിക്കുന്നത്. എ സെറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. എന്ന് പറഞ്ഞാൽ വഴി കൂടെ പോകുന്നതിനൊന്നും പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? സെറ്റാക്കി എഴുതാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികളുണ്ട് അല്ലേ? സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ നമുക്ക് വേണമെങ്കിൽ സെറ്റാക്കാം. സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് നമുക്കതിന് സെറ്റാക്കാം. അത് ഡിഫൈൻഡ് ആണ്. എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര പേരുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് സെറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതായത് കറക്റ്റായിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ, എക്സാക്റ്റ് ആയിട്ട് ഇത് ഇത്രയാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അങ്ങനെ പറ്റുന്ന സാധനം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? സെറ്റാക്കി നമ്മൾ ചെയ്യുകയുള്ളൂ, സെറ്റായി നമ്മൾ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഈ 900 എന്നുള്ള നമ്പറൊക്കെ ഉണ്ട്, അതൊരു തരം ഒരു നമ്പറാണ്. പക്ഷെ അത് എത്ര എന്നുള്ള കാര്യം ആർക്കും ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. മനസ്സിലായില്ലേ? അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ? അതിനകത്തേക്ക് ഇതാക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെയാണ് വരിക എന്നുള്ള കാര്യമൊക്കെ വളരെ ഇതാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ സിനോണിമസ് ടേംസ്. സിനോണിമസ് എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സെറ്റിനകത്ത് ഒരു എലമെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റൊന്നു മതി. എൻ്റെ പേരിൽ എ എന്നുള്ളത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണ്ട? സെറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 2 തവണ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണെന്ത് മെൻഷൻ ചെയ്യുന്നത്. റിപ്പീറ്റേഷൻ്റെ ഒരു കാര്യവും ഇതാക്കേണ്ട ആവശ്യമില്ല. സെറ്റിന് നമുക്ക് പേര് കൊടുക്കാം. ഈ സെറ്റിന് പേരില്ല, വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്ററിൽ എനിക്ക് സെറ്റ് എ എന്ന് കൊടുക്കാം. അല്ല വേറെ പേര് കൊടുക്കണം, സെറ്റ് ബി എന്ന് കൊടുക്കാം. വേറെ പേര് കൊടുക്കണോ? സെറ്റ് സി എന്ന് കൊടുക്കാം. വേറെ പേര് കൊടുക്കണോ? സെറ്റ് എക്സ് എന്ന് കൊടുക്കാം. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. സാധാരണഗതിയിൽ സെറ്റിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്ററിലും സെറ്റിനകത്തുള്ള സാധനങ്ങൾ സ്മോൾ ലെറ്ററിലുമാണ് കൺവെൻഷനലി എഴുതുക. അപ്പൊ അതിനർത്ഥം ഇവിടെ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ തെറ്റാണോ എന്നാണ്. അത് തെറ്റൊന്നുമില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ തരുന്നു നമുക്ക് അതുപോലെ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണെന്ത് സെറ്റിനെ കുറിച്ച് കൂടുതൽ പറയാം. അപ്പം സെറ്റിനകത്തുള്ള കാര്യങ്ങൾ സ്മോൾ ലെറ്റർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണേ. ഇപ്പം 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന് ഞാൻ സെറ്റിനകത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 7, 8, 9 ആൻഡ് 10 ലെറ്റേഴ്സിലെ നമ്പേഴ്സാണ്, എഴുതാം, കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ഈ സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പിടിച്ചത് ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം എന്നുള്ളതാണ്. പ്രൊവൈഡഡ് അതെന്തായിരിക്കണം? അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഈ 900 പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സെറ്റിന്റെ ഉള്ളിൽ ദയവ് ചെയ്ത് പിടിച്ചിടരുത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയി. ഇനി ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു പ്രയാസമായിരിക്കും. ഞാൻ തൽക്കാലം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എഴുതിയിരിക്കുന്ന സെറ്റിലേക്ക് മാത്രം ഇങ്ങനെ വരികയാണ്. ഇതാ സെറ്റ് എ, ഇത് വേറൊരു സെറ്റ്, ഇത് നമ്പേഴ്സിൻ്റെ സെറ്റ്. അപ്പം ഞാൻ ഒരു രണ്ടിനും കൃത്യമായിട്ട് ഓരോ പേരിട്ട് വിളിക്കാം. ഫസ്റ്റ് സെറ്റിനെ, എൻ്റെ പേരുള്ള സെറ്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഞാൻ എൻ എന്ന് വിളിച്ചു. നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഞാൻ എൻ എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ? ഇല്ല. മക്കളെടാ നോക്കിയേ, അബ്ദുൽ ഗഫൂർ. ഞാൻ ഇതിനല്ലേ കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി, ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പേരൊക്കെ സ്മോൾ ലെറ്റർ, ഈ ലെറ്റേഴ്സിനൊക്കെ ഞാൻ
സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതുകയാണ്. ദാറ്റ് ഈസ് എ ബി ഡി യു എൽ ജി എഫ് ഒ ആർ. ഇത്രയും, അതായത് ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എയും ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ബിയും ഈ സെറ്റിനകത്തുള്ള ഡിയും ഈ സെറ്റിനകത്തുള്ള യുവും ഈ സെറ്റിനകത്തുള്ള എൽ ജി എഫ് ഒ ആർ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ എലമെന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്ത് വിളിക്കാം? എലമെന്റ്സ്. ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതൊക്കെ ആൽഫബറ്റ്സാണ്. എ മുതൽ ഇസഡ് വരെയുള്ള ആൽഫബറ്റ് ആണ് എന്ത്, എ എന്നുള്ള സെറ്റിലുള്ളത്. ഈ സെറ്റിലുള്ളത് എന്താണ്, എ മുതൽ സെഡ് വരെയുള്ള ചില ആൽഫബറ്റ് എല്ലാം ഉണ്ട് എന്നല്ല. അല്ലല്ലോ, അല്ല, ചില ആൽഫബറ്റ് ഉണ്ടല്ലോ. ഇപ്പം എ എന്നുള്ള സാധനം സെറ്റ് എയുടെ എലമെന്റ് ആണ്, ബിലോങ്സ് ടു ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ, ദ സ്മോൾ ലെറ്റർ എ ഈസ് ഇൻസൈഡ് ദ സെറ്റ് എ. എ എന്നുള്ളത് എയിലുണ്ട്, ഉണ്ട്. സംശയമുണ്ടോ? ഇല്ല. ഞാൻ ബി നോക്കി, ഈ ബി എന്ന സാധനം ഈ സെറ്റിൽ ഉണ്ടോ? എ എന്ന സെറ്റിൽ ബി ഉണ്ടോ? എ കഴിഞ്ഞാൽ ബി ആണ്, എ കഴിഞ്ഞാൽ ബി ആണ്, ഉണ്ട്. വേറൊന്നുകൂടിയേ, ഞാൻ ഈ സി എടുത്ത്, ഈ സി എന്ന സാധനം, ഈ സി എന്നുള്ള ആൽഫബറ്റ്, സി എന്ന ആൽഫബറ്റ് മഷിട്ടൊക്കെ കാണില്ല, കാണുമോ? ഇല്ല. അപ്പോൾ സി എന്നുള്ള ആൽഫബറ്റ് ഇവിടെ എവിടെയും എ കഴിഞ്ഞാൽ ബി കഴിഞ്ഞാൽ പിന്നെയുള്ള എന്താണ്, സി അല്ല, ഡി ആണ്. അപ്പോൾ ഇത് എലമെന്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെന്റ്. കേട്ടോ? യെസ്, ഇങ്ങനെയും എന്ത് ചെയ്യും, ചോദിക്കാം. കേട്ടോ? അപ്പം ഒരു സെറ്റ് എടുത്തു, ആ സെറ്റിനകത്ത് ഞാൻ പറഞ്ഞു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താണെങ്കിലും എന്ത് ചെയ്യാം, നമുക്കതിനെ സെറ്റ് എന്ന് എഴുതാം, റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. ആ ഒരു സെറ്റിനകത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എലമെന്റ്സിന് വെറുതെ എന്ത് ചെയ്യണ്ട, 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്നും എഴുതണ്ട, ഒറ്റ തവണ എഴുതിയാൽ മതിയാവുന്നതാണ്. അതാണ് എന്ത്, മേജർ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചു ഈ എന്താണ് സെറ്റ്, എങ്ങനെയാണ് സെറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ എന്ത് വിളിക്കും, ഇല്ലേ? പഠിച്ചില്ലേ? അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിന് ആയിരിക്കുമോ അല്ലായിരിക്കുമോ എന്നുള്ളതാ. ഇനി മക്കളെ, ഇനി നിങ്ങൾ പറ, ഈ സാധനവും മനസ്സിലായെങ്കിൽ പറയണം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം. ഇനി ഇത് വായിക്കണം എന്നില്ല, വായിച്ചില്ല എന്നില്ല. എക്സാമിന് ഇതിങ്ങനെ വലിച്ചു കെട്ടി ചോദിക്കുകയൊന്നുമില്ല കേട്ടോ. സംഗതി ഇത്ര ഉണ്ടാവുള്ളൂ, ഒരു സെറ്റ് ഉണ്ടാവും, അതിൻ്റെ കുറേ എലമെന്റ്സ് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ എലമെന്റ് ആണെങ്കിൽ ഇതിങ്ങനെ എഴുതുക, എലമെന്റ് ആണെങ്കിൽ എവിടെ ഇങ്ങനെ എഴുതുക, എലമെന്റ് അല്ല എന്നുണ്ടെങ്കിൽ താഴത്തെ മുതൽ എന്ത് ചെയ്യുക, ഒരു വെട്ടിടുക. മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്, ഫൈൻ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം. ഇനി ഇതേ സെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന കാര്യമാണ്. സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സെറ്റിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ ഇത് അടുത്ത കഥ എന്നുള്ളത്. മക്കളെ, സെറ്റിനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് പേര് വിളിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന, നിങ്ങൾക്കുണ്ടാവും തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തെന്നോ ഉറ്റമിത്രമെന്നോ ചങ്കെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾ അവൻ്റെ പേര് വിളിക്കുമോ? എൻ്റെ ഏറ്റവും അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് വിഷ്ണു. അവനെ വിഷ്ണു എന്ന് വിളിക്കില്ല, ഞങ്ങൾ വല്ല പാക്കരാന്നോ അങ്ങനെ വിളിക്കുകയുള്ളൂ. കാരണം പേരാര് വിളിക്കുന്നു. അതേപോലെയാണ് എന്ത്, ഇതേ കാര്യങ്ങൾ. ഈ സെറ്റിന് 2 പേരുണ്ട്, സെറ്റിന് 2 പേരുകൾ, 2 തരത്തിൽ നമുക്കതിനെ നെയിം ചെയ്യാം എന്നതാണ് എന്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. കേട്ടോ? 2 തരത്തിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ നെയിം ചെയ്യാം. നെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം, അതിനെ പേര് കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സെറ്റിന് നമ്മൾ സാധാരണ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സെറ്റ് ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഈ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ നമ്മൾ ടിങ് ടോങ് എഴുതി പോകുന്നതാണ്. കേട്ടോ? ചില സമയത്ത് എന്ത് ചെയ്യും, ചില എലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സെറ്റൊക്കെ ഇങ്ങനെ എഴുതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അവസാനിക്കില്ല, നിൽക്കില്ല, ഇൻഡെഫിനിറ്റ് ആയിട്ട് ആ സാധനം പൊക്കോണ്ടിരിക്കും. ഒരു സെറ്റിനെ 2 തരത്തിൽ, എത്ര തരത്തിൽ? 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഒരു സെറ്റിനെ 2 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ തരം റോസ്റ്റ് ചെയ്തെടുക്കുക, ടാബുലാർ ഫോം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഇത്ര നേരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 1-2 സെറ്റ് കണ്ടില്ലേ, ഇങ്ങനത്തെ സെറ്റ്. എവിടെ സെറ്റ്? അതേ ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, റോസ്റ്റർ ഫോം എന്ന് പറയാം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നാണ് അതിനെ പറയാ. റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നാണ് പറയാ. രണ്ടാമത്തെ സാധനമാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാലേ, സെറ്റ് ബിൽഡർ ഫോം. അത് എങ്ങനെയാണ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നതാണ് അതിനകത്ത് വരിക. ഒന്നാമത്തെ സെറ്റ് എ എന്ന സെറ്റ് കണ്ടല്ലോ. എ എന്ന സെറ്റ്
എ എന്ന സെറ്റ് എന്താണ് ആ സാധനം? അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്പർ ആണോ, ആൽഫബറ്റ് ആണോ, സിമ്പിൾസ് ആണോ, വേറെന്തെങ്കിലും ആണോ? ഇല്ല, ഇതിനകത്തുള്ളത് ഫുൾ എന്താണ്? ആൽഫബറ്റ് ആണ്. അതായത് ഫസ്റ്റ് വണ്ണിലുള്ളത് എന്താണ്? ആൽഫബറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. ആൽഫബറ്റ് ആണല്ലോ. യെസ്. ഇതിന് എന്താണ് പ്രത്യേകത ഉള്ളത്? നമ്മൾ സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റുവോ ഇല്ലയോ? അങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ് എന്ന് എഴുതാൻ പറ്റില്ല. പകരം സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് ഇൻ ദ നെയിം അബ്ദുൽ ഗഫൂർ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 അല്ലെങ്കിൽ ലെസ് ദാൻ 11 ഓർ ഇൻ ബിറ്റ്വീൻ 1 and 11 അങ്ങനെ എഴുതാം. അപ്പൊ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് എങ്ങനെയാണോ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷനോട് നമുക്ക് വരാൻ പറ്റും. ടിൽ ദെൻ ബൈ.